അടിപൊളിയായിരുന്നു. സാധാ സ്പോർട്സ് മൂവി പോലെ തന്നെ ആവറേജ് അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ജസ്റ്റ് അതും കഷ്ടമാണ് കണ്ടോണ്ടിരിക്കാൻ. അങ്ങനെയൊന്നുമില്ല, പ്രതീക്ഷ വന്ന പക്ഷെ ഒന്നുമില്ല. ബ്രോ പടം എനിക്ക് ഭയങ്കരമായിട്ട് സംഭവിച്ച വർക്കായില്ലെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഓക്കെ ആണെന്നുള്ള ഫീൽ അല്ലാതെ വേറെ ഒന്നുമില്ല. പട്ടിയായി പോയി എന്ന് വേണം പറയാം. ആ അവസ്ഥയിലോട്ടാണ് പോയത്. ജാൻവി കപൂറൊക്കെ മുഖം ഒഴിച്ച് ബാക്കി എല്ലാം അഭിനയിക്കുന്നുണ്ട്. ആ അവസ്ഥയിലോട്ട് ചുമ്മാ ഈ പൈസ ആൾക്കാർക്കും ഈ വികാരം ഒരുപാടുള്ളവർക്കൊക്കെ ജാൻവി കപൂറിനെ കാണാൻ വേണ്ടി മാത്രമേ കയറാം എന്നുള്ളതല്ലാതെ പടത്തിൽ ഭയങ്കരമായിട്ട് എടുത്ത് പറയാനുള്ള ഒന്നുമില്ല. ഒരു നോർമൽ പെഡി ക്രിക്കറ്ററാണ്. ട്രെയിലറിൽ കാണിച്ച സംഭവം തന്നെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഭയങ്കരമായിട്ട് സംഭവം കാണിക്കാൻ. അവരൊരു കണക്ഷൻ കൊണ്ടുവയ്ക്കുന്നു റെയിൽവേ സ്റ്റേഷൻ വരാൻ വേണ്ടി ചെയ്യണമെന്ന്. അവർക്ക് ആ ട്രെയിനിൽ കയറിയിട്ട് ചെയിൻ വലിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ പടം തീർക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അതിനവർ വലിച്ചു തീട്ടി ഒരു മെസ്സേജ് പോലെ കൊണ്ടുവന്ന് 3 മണിക്കൂർ എടുത്തി. നമുക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആവറേജിന് താഴെയുള്ള ഒരു പടം, അത്രയേ ഉള്ളൂ. രാംചരൻ്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നൊരു വിഷമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയുള്ള സ്പോർട്സ് പോലെയല്ല, ഇത് ഒരു വെറൈറ്റി സ്പോർട്സ് ആണ്. അറിഞ്ഞത് 3 സ്പോർട്സ് ഉണ്ട്. പക്ഷേ പടം നമ്മൾ ഹൈപ്പൊന്നുമില്ല. പടം പോയി. എനിക്ക് തോന്നുന്നു ഈ സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റാണ്. ഈ വലിയ വലിയ നടന്മാർ അവർക്ക് വേണ്ടി കുറേ മാസ് കയറ്റി ഇല്ലാതാക്കിയതാണ്. പിന്നെ പുള്ളി വിജയ് ഇപ്പം സിനിമ നിർത്തിയതുകൊണ്ട് പുള്ളി വിജയുടെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ അടുത്ത ഇലക്ഷന് വേണ്ടി പുള്ളി മൈക്ക് പിടിച്ചിട്ട് പുള്ളിയുടെ സ്റ്റാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അത് മോട്ടിവേഷൻ അല്ല. പുള്ളി ക്രിക്കറ്റ് കളിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല. കുഴപ്പമില്ല. മലയാളികൾ സ്പോർട്സ് ബേസ് ചെയ്തൊരു പടമാണ്. ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന വന്ന് ഒരു റെക്കഗ്നൈസേഷൻ, ഒരാളുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി, ഒരു വില്ലേജിന് വേണ്ടിയുള്ളതിന് കുഴപ്പമില്ല. ജാൻവിക്ക് വലിയ റോളില്ല. മെയിനായിട്ട് രാംചരണാണ് മെയിൻ. മലയാളിലേക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർ ഓരോ അഭിപ്രായമല്ലേ, ഓരോരുത്തർക്ക് എങ്ങനെ ഉൾക്കൊള്ളുന്ന അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു വില്ലേജിന് വേണ്ടി ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നല്ലൊരു കുഴപ്പമില്ല കഥ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, എങ്കിലും കണ്ടോണ്ടിരിക്കും. എടുത്തു പറയാന്ന് വെച്ചാൽ ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വില്ലേജിന് വേണ്ടിയുള്ള ഇതാണ് മെയിനായിട്ടുള്ളത്. അത്രേ. പുള്ളിയുടെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ നമ്മളെ ശിവരാജിന്റെ പുള്ളിക്കാരെ കൊള്ളാം. കന്നഡയിൽ വരുന്ന അയാളും കൊള്ളാം. പെർഫോമൻസ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു വില്ലേജിന് വേണ്ടി പോരാടുന്നു. അതാണ് മെയിൻ. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല കംബാക്ക് വേണമെങ്കിൽ പറയാം. കംബാക്ക് തന്നെയാണ്. പക്ഷെ കുറെ നാളായി കണ്ടിട്ട് ഇപ്പം ഒരു ഇതാണ് വെച്ചാൽ എടുത്തു പറയാൻ നല്ല അഭിനയമാണ്. എല്ലാരും കൊള്ളാം. കൊള്ളാം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അത്ര വെറുപ്പിച്ചിട്ടില്ല. നല്ല അഭിനയമായിരുന്നു. ഇതിനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ. നല്ല സിനിമയാണ്. മ്യൂസിക്കും അത്യാവശ്യം കൊള്ളാം. എല്ലാം കൊള്ളാം. ഡ്യൂറേഷൻ ഇടയ്ക്ക് കുറച്ച് നേരം തോന്നിയെങ്കിലും കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടിരിക്കാം. കുറച്ച് ലെങ്ത് 2.5 മണിക്കൂർ ആക്കായിരുന്നു എങ്കിലും 3 മണിക്കൂർ കണ്ടിരിക്കാവുന്നേ ഉള്ളൂ.